എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മളേറെ ഉദ്യോഗാർത്ഥികളൊക്കെ കാത്തിരുന്ന വിജ്ഞാപനമാണ് CDPO, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ. നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഈ മെയ് 30 നോട്ടിഫിക്കേഷൻ എത്തുമെന്ന് കേരള PSC നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൃത്യമായിട്ട് അതിൻ്റെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. CDPO നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഓഫീസറുടെ നോട്ടിഫിക്കേഷനിലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ അടക്കമുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയണ്ടേ? അപ്പോൾ അതിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോവാം. നമുക്ക് ആദ്യം നോക്കേണ്ട കാര്യമാണ് കാറ്റഗറി നമ്പർ എത്രയാണെന്ന്. നോക്കിയേ, കാറ്റഗറി നമ്പർ 25/2026 ആണ്. കാറ്റഗറി നമ്പർ 2026 25 നമ്പർ വിജ്ഞാപനമായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? CDPO വിജ്ഞാപനം വന്നിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, വുമൻസ് ഒൺലി ആണ്. സ്ത്രീകൾക്ക് മാത്രം, വനിതകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് CDPO. എവിടെയാണ്? ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ്. നെയിം ഓഫ് ദ പോസ്റ്റ് ഏതാ? ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ. വുമൺ ഒൺലി ആണ് കേട്ടോ, വുമൺ ഒൺലി ആണ്. ഓക്കെ, നോക്കിയേ, സ്കെയിൽ ഓഫ് പേ ആകർഷകത്വമായ സാലറി സ്കെയിലാണ് ഈ ഒരു തസ്തികയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നോക്കിയേ, 50,200 തുടങ്ങുന്ന ബേസിക് പേ ആണ്. 50,200 തുടങ്ങുന്ന ബേസിക് പേ ആണ്. 1,05,300 രൂപ വരെ എന്തുണ്ട്? സ്കെയിൽ ഓഫ് പേ ഉള്ള ഒരു ഗസറ്റഡ് തസ്തിക കൂടിയാണ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ. വുമൺ ഒൺലി ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, വേക്കൻസികൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്, എണ്ണപ്പെട്ടിട്ടില്ല. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്കിനി അടുത്ത് നോക്കേണ്ടത് എന്താണ്? നമുക്ക് അടുത്ത് നോക്കേണ്ടത് എന്താണ്? മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണെന്നാണ് അടുത്ത് നോക്കേണ്ടത്. ഓക്കെ, നോക്കിയേ, മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഫ്രം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒൺലി. അപ്പോൾ നമുക്ക് കൃത്യമായി കേരള PSCയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എങ്ങനെയാണെന്ന് നമുക്കറിയാം, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കൃത്യമായി നമുക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നു. 6 മാസത്തിനുള്ളിൽ പരീക്ഷ ഉണ്ടാവും. ആ 6 മാസത്തിനുള്ളിൽ പരീക്ഷ നടത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ പരീക്ഷയിൽ ഏറ്റവും മുന്നിലെത്തുന്നവരെ സെലക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? നമുക്ക് അതിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പ്രോസസ് അറിയാമല്ലോ. പരീക്ഷ നടത്തി കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ്. നോക്കിയേ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏജ് ലിമിറ്റ്. നോക്കിയേ, ഏജ് ലിമിറ്റ് എത്ര? 25-45 ആണ് ഏജ് ലിമിറ്റ്. നോക്കിയേ, 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. വനിതകൾക്ക് ഒൺലി കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 1981 2001 മധ്യ ജനിച്ചവർക്ക്, 1981 2001 മധ്യ ജനിച്ചവർക്ക്, അതായത് ഡേറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2/1/1981 1/1/2001 ഇടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ കൃത്യമായി പറയുന്നുണ്ട്, അപ്ലൈ ഫോർ ദ പോസ്റ്റ് വിത്ത് യൂഷ്വൽ റിലാക്സേഷൻ ടു SC ST ആൻഡ് OBC കമ്മ്യൂണിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? ജനറൽ കാറ്റഗറിക്കാർക്ക് 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാമെങ്കിൽ OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെ വയസ്സിലുണ്ട് അവർക്ക് 48 വരെ അപ്ലൈ ചെയ്യാം. OBCക്കാർക്ക് 48 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവുണ്ട്. അതുകൊണ്ട് SC ST കാൻഡിഡേറ്റ്സിന് 50 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു തസ്തിക കൂടിയാണ് CDPO. ഓക്കെ, ക്വാളിഫിക്കേഷൻ നോക്കിയേ, ക്വാളിഫിക്കേഷൻ എന്താ നോക്കിയേ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹോം സയൻസ്. ഓക്കെ, അതായത് ഹോം സയൻസിൽ PG, അതായത് PG ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്, ഡിഗ്രി അല്ല, PG ആണെന്നുള്ള കാര്യം ഓർക്കുക. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹോം സയൻസ്, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക്, അല്ലെങ്കിൽ സോഷ്യോളജി, അല്ലെങ്കിൽ സൈക്കോളജി. അപ്പൊ നോക്കിയേ, മാസ്റ്റേഴ്സ് വേണം, PG വേണം. ഏതൊക്കെ സബ്ജക്റ്റുകളിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം? ഒന്നുകൂടെ പറ. ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, അല്ലെങ്കിൽ സൈക്കോളജി. ഈ 4 വിഭാഗങ്ങളിൽ PG ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ ഗവൺമെന്റ് ഓഫ് കേരള ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും? പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. ഏത്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്കിൽ PG ഡിപ്ലോമ ഉള്ളവർക്ക് ഓക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വാളിഫിക്കേഷൻസ് ഒക്കെ പരിശോധിച്ചു. ഇനി എന്ന് വരെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇനി എന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക്? ഇനി എന്ന് വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നെയാണ്?
1/7/2026 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. 1/7/2026 ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. അപ്പൊ 1/7/2026 ഇനിയും എന്തുണ്ട്, ഒരു മാസമുണ്ട്. അപ്പൊ നമ്മൾ അത് നോക്കിയിരിക്കണോ? വേണ്ട. ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊരു ഗസറ്റഡ് പോസ്റ്റാണ്. നിങ്ങൾക്കറിയാം സാലറി സ്കെയിൽ കൊണ്ടും അതുപോലെ ആ ജോലിയുടെ ഒരു ഭംഗി കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് വളരെ ശോഭിക്കാൻ കഴിയുന്ന, അതായത് ഈ പറഞ്ഞ PG ഹോം സയൻസ് ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, സോഷ്യോളജി ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു സ്ട്രീമിലേക്ക് നിങ്ങൾക്കൊരു ജോലി കിട്ടുക, അതൊരു ഗസറ്റഡ് പോസ്റ്റ് വളരെ നന്നായിട്ട് ശോഭിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് പഠനം ആരംഭിക്കുക. മാസ്റ്റർ കീ അക്കാഡമിയുടെ ഏറ്റവും പുതിയ CDPO ബാച്ചുകളുണ്ട്. ആ ബാച്ചുകളിലും ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠനം ആരംഭിക്കാം, പഠനം തുടരാം. നിങ്ങൾക്ക് എക്സാം വരെ നീണ്ടിരിക്കുന്ന ഒരു തീവ്ര പരിശീലനമായിരിക്കും നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. CDPOയുടെ നോട്ടിഫിക്കേഷൻ മറക്കണ്ട, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.